ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേ 2 ഓഫ് ഫിക്സിംഗ് മൈ ഔഡിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇതിനകത്ത് സ്മെല്ല് വരുന്നതിനുള്ള കാരണം കണ്ടെത്തി. ആ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ റൂട്ട് ഒട്ടിച്ച് ഇപ്പൊ എല്ലാം ഡ്രൈ ആയി. ഇന്ന് ഞാനിപ്പോ പ്ലഗ് ഒക്കെ തിരിച്ചിടുവായിരുന്നു. എല്ലാം തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുവാന്ന്. ഇല്ല, വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ചെയ്യുന്നത്. എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫ്യൂസ് ഒക്കെ നോക്കാനാണ്. ഫ്യൂസ് ഒക്കെ നോക്കി, പക്ഷേ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഫ്യൂസ് പോയിട്ടുണ്ട്. ഫ്യൂലിന്റെ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്, എഞ്ചിനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഫ്യൂസ്. അത് ഞാൻ എൻ്റെ അടുത്ത് എക്സ്ട്രാ ഉണ്ടായ ഒരു ഫ്യൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതും തിരിച്ചിട്ട്, പക്ഷേ എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പിന്നെ വണ്ടിയുടെ ഡോർ തുറക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടോ എന്ന് നോക്കണം. അതായത് നമ്മൾ വണ്ടിയുടെ ഡോർ തുറക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു മൂളിച്ച പോലെ ഒന്ന് കേൾക്കും. അത് നമ്മളെ ഫ്യൂൽ പമ്പ് ഓണാകുന്നതാണെന്നാണ് പറയുന്നത്. അത് ഇല്ല. അത് അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് ഇത് ഫ്യൂലിന്റെ പമ്പിന്ന് ഫ്യൂൽ എഞ്ചിനിലേക്ക് എത്തുന്നില്ല. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനിത് എഞ്ചിന്റെ ഈ ഒരു ഹോസ് ഊരിയിട്ട് പെട്രോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫ്യൂൽ വരുന്നില്ല നോക്കുവാന്ന്. പക്ഷേ സ്റ്റാർട്ട് ആക്കാൻ നോക്കുമ്പോൾ ഫ്യൂൽ ഇതിൻ്റെ അകത്തേക്ക് വരുന്നില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എഞ്ചിനിൽ ഫ്യൂൽ എത്തുന്നില്ല. എന്നാലും മാത്രമേ ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടർ മോട്ടർ കറങ്ങുന്നുണ്ട്, പക്ഷേ ഫ്യൂൽ എത്താത്തതാണ് പ്രശ്നം എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഫ്യൂൽ പമ്പ് മാറ്റണം. സോ ഗൈസ്, ഇനിയിപ്പോൾ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്യൂൽ ഫില്ലിംഗ് ഈ ക്യാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഊരിയിട്ട് പോട്ടെന്ന് അതൊന്ന് ഊരിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, അഥവാ എയറങ്ങനെ കുടുങ്ങിയെന്നാണ്. എന്നിട്ട് ഞാൻ സ്റ്റാർട്ടാക്കി നോക്കി, എന്നിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ഉറപ്പിച്ചത് ഫ്യൂൽ പമ്പിൻ്റെ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഫ്യൂൽ പമ്പ് മാറ്റുവാന്ന് ഇവിടെ തന്നെ. എൻ്റെ ഭാഗ്യത്തിന് ഇതിനകത്ത് ഫ്യൂൽ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. ഇത് ഫുള്ള് ഫ്യൂൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ബേസ്മെൻറ്റിൽ നിന്ന് ഫ്യൂൽ പമ്പിൻ്റെയോ ഫ്യൂലിൻ്റെയോ ഒരു കാര്യങ്ങളും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം ഇത് ഇവിടെ തറയിലൊക്കെ ഉറ്റി കഴിഞ്ഞാൽ സ്മെല്ലും വരും. മാത്രമല്ല ഫയർ ഡിറ്റക്ഷനുള്ള ബേസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഫയർ അലാറം അടിക്കും. അതുകൂടാതെ തീ പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഇതിനകത്ത് ഫ്യൂൽ ടാങ്കിൽ ഫ്യൂൽ കുറവായതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഈ പമ്പ് ഊരിയിട്ട് മാറ്റി, ഫിൽറ്ററും മാറ്റി. ഇതിന്റെ ഡിസൈനേഴ്സിനെ സമ്മതിച്ചിരിക്കുന്നു. ഈ ഫ്യൂൽ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന സംഭവം ഈ ടാങ്കിന്റെ ഈ ഒരു ഭാഗത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് ഊരണ്ടെങ്കിൽ ഒന്നിക്കൽ ഫ്യൂൽ ടാങ്ക് ഊരണം, അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ ഫ്യൂൽ പമ്പിന്റെ ആക്സസ് ഉണ്ടല്ലോ, ഈ സംഭവങ്ങളൊക്കെ ഊരിയാൽ മാത്രമേ ഇതിന്റെ ഫ്യൂൽ കൺട്രോൾ യൂണിറ്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫ്യൂൽ കൺട്രോൾ യൂണിറ്റ് മാറ്റുന്നതിന് മുന്നേ പമ്പ് മാറ്റിയിട്ട് ഒന്ന് നോക്കുമായിരുന്നു. വണ്ടി സ്റ്റാർട്ടായി. സോ എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ബേസ്മെന്റിൽ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എടുക്കാൻ നോക്കുവാന്ന്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസും സിംറ്റംസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂൽ പമ്പ് മാറ്റുന്നതായിരിക്കും ബെറ്റർ. കഴിയുന്നത് ബേസ്മെന്റിൽ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ എൻ്റെ എന്താ പറയുക, വർക്ക്ഷോപ്പിൽ പോയി മടുത്ത്. അതുകൂടാതെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ ഹാപ്പി അല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നല്ലൊരു വർക്ക്ഷോപ്പും കണ്ടെത്തിയിട്ടില്ല. പിന്നെ എനിക്കിതൊക്കെ പഠിക്കാന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഹോപ്പ് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്.